ഹലോ, ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ്. ഞങ്ങൾ നാട്ടിൽ നിന്ന് UAE താമസം മാറി. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളും ഒക്കെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പം നമുക്ക് പോവാം. ഇതൊരു ഈവനിങ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് തന്നെയുള്ള സ്ഥലത്ത് ഇവർ കളിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നൈനു ആണെങ്കിൽ പുതിയ സ്കേറ്റ് ബോർഡൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ കുറച്ച് ഷോഫിലാണ്. പിന്നെ ആസ് ഓൾവേസ് എല്ലാത്തിലും വീരനാണെന്നാണ് വിചാരം. മറ്റുള്ള കുട്ടികളും ഒക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ബോളും ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട്. ഇത് നമ്മളുടെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ ഇവിടെ പുറത്തിറങ്ങുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ ബിൽഡിംഗ്. വീര് ചേച്ചീനെ ഹെൽപ്പ് ചെയ്യാണ്, സ്കേറ്റിംഗ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് വീര്. കുറേ കുട്ടികൾ ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ നിന്നാണ് നമ്മളും കളിക്കുന്നത്. ചേച്ചിയും അനിയനും കൂടെ സ്കേറ്റ് ചെയ്ത് കളിക്കുകയാണ്. ആ സർഫസ് അത്ര ക്ലിയർ അല്ല, അതുകൊണ്ട് തന്നെ അവർക്ക് പ്രോപ്പറായിട്ട് സ്കേറ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. പക്ഷെ അതൊന്നും അവർ ബാധിക്കുന്നേ ഇല്ല. അവർ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്കേറ്റ് ചെയ്യാൻ. അപ്പോൾ അവള് ആദ്യമായിട്ടാണ് ഒരു സ്കേറ്റ് ബോർഡിൽ കയറുന്നത്. അതിൻ്റെതായൊരു പ്രാക്ടീസ് കുറവൊക്കെ ഉണ്ട്. അപ്പോൾ അവളത് ട്രൈ ചെയ്യുന്നുണ്ട്. ഒരുത്തം പാഞ്ഞു വരും കേട്ടോ സൈക്കിളിന്. അപ്പം നമ്മുടെ പേരിൽ മാത്രം വീരത്തുള്ള വീരൻ ടപ്പേന്ന് ഓടിപ്പോകുന്നു. ഇവിടെ ഇപ്പോൾ പറയത്തക്ക ചൂടൊന്നുമില്ല കേട്ടോ. കുറച്ച് നല്ല വെതറൊക്കെയാണ്. സമ്മറിലേക്ക് അങ്ങ് കടന്നിട്ടൊന്നുമില്ല നമ്മൾ. ഇപ്പം ഞങ്ങൾ വന്ന സമയം തീരെ മോശമൊന്നുമല്ല. പിന്നെ ഇവിടെ സ്കൂളൊക്കെ സ്റ്റാർട്ടായിട്ടോ. ഞാൻ 3ാം ക്ലാസ്സിലേക്കായി. അപ്പം നമ്മൾ ഇവിടെയാണിപ്പോൾ സ്കൂള് സ്റ്റാർട്ടായിരിക്കുന്നത്. ഇവിടെ ഏപ്രിലിൽ ക്ലാസ് തുടങ്ങി. അപ്പോൾ അവൾ സ്കൂളിലൊക്കെ പോയി നല്ല ഹാപ്പിയാണ് ആള്. പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി. വീരും ഹാപ്പിയാണ്. സൈക്കിള് പോണല്ലേ. ഇവിടെ എല്ലാവരും ഈവനിങ് വാക്കും ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ്. കുട്ടികളും ഒരുപാട് പേരുണ്ട്. രാത്രി വരെ ഭയങ്കര ലൈവായിരിക്കും. അത് പറഞ്ഞില്ലല്ലോ, നമ്മൾ താമസിക്കുന്നത് അജ്മാനിലാണ്. അതിന് സ്കൂള് ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞ സ്കൂളിലാണ് പഠിക്കുന്നത്. ഇവിടെ പഠിക്കാനുള്ള സ്ഥലം. എന്റെ കയ്യിൽ സ്കേറ്റ് ബോർഡ് ഉണ്ട്, കാണിച്ചരാ. സ്കേറ്റ് ബോർഡ് തന്നെ. ഇപ്പൊ ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ പഠിച്ചു നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം സ്കേറ്റ് ബോർഡിങ് ചെയ്യുന്ന. ഗൈസ്, നിങ്ങൾ സ്കേറ്റ് ബോർഡിങ് പഠിക്കുക. പിന്നെ വന്ന ഗൈസ്, അപ്പൊ ഇന്നത്തെ ടീച്ചിങ് സ്റ്റോറീസ് എഴുതില്ല, ഇനിയുണ്ട് അവിടെ. ഞങ്ങൾ സ്കേറ്റിങ്ങും ഒരു ഫൺ ടൈമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു ചെറിയ ഗ്രോസറി ഷോപ്പിങ്ങിൽ പോവുകയാണ്. നമ്മുടെ ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോവുകയാണ്. ചേച്ചി അനിയനും ഈ സ്ഥലമൊക്കെ പണ്ടേ കണ്ടിട്ടുള്ള ഭാവത്തിൽ വഴി കാണിച്ച് തന്നിട്ട് നടക്കുകയാണ്. അവർക്ക് ഇതൊക്കെ അറിയാമെന്നുള്ള മട്ടം. പേരുവാണെങ്കിൽ കാറ്റടിച്ച് തെറിച്ചു പോകാതിരിക്കാനായിട്ട് ചേച്ചിയുടെ കൈയും പിടിച്ചിട്ടുണ്ട്. ഇതിവിടെ സാധാരണയാണ്. വീട് 10 അടി വെച്ചാൽ ഒരു പ്രാവശ്യം വീഴും.
ഗ്രോസറിയിൽ കയറി ഇവർക്ക് എന്തെടുക്കണം എന്നുള്ള ഇതിലാട്ടോ. എല്ലാ സാധനങ്ങളും വേണം. വീടിൻ്റെ ഫേവറേറ്റ് പണിയാണ് കേട്ടോ ഈ ട്രോളി ഇങ്ങനെ ഉന്തിക്കൊണ്ട് പോകുന്നത്. ഗൈസ് എല്ലാം എടുക്കുന്നുണ്ട്. കൈനും അത് വായിക്കുകയാണ്. വായിച്ചത് പട്ടത്തെറ്റാണ്. വായിച്ചു പോയാൽ മതി. എത്രാം ക്ലാസ്സിലാ? വായിക്കാറിയാമോ? പിന്നെ എല്ലാരും കാണും കേട്ടോ. നമ്മൾ വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങുകയാണ്. പിള്ളേര് വന്നിട്ട് അത് വേണോ ഇത് വേണോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ പോണവൻ എല്ലാം എടുക്കും. ഒരു പഴംപൊരി ഉണ്ടാക്കാനായിട്ട് പഴമൊക്കെ മേടിച്ചു. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. വീരാണെങ്കിൽ ഒളിച്ച് കളിക്കാണ്. അച്ഛ ഇതിലേ വരുമ്പോ വീരും അതിലേ പോകും. അപ്പൊ ഇന്നത്തെ ഒരു കുട്ടി വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് വീണ്ടും കാണാം. ഇന്നുള്ള ഇത്രയുള്ളൂ പീക്കറി സ്റ്റോറീസ്. അപ്പൊ പീക്കറി സ്റ്റോറീസ് ഇപ്പോൾ മൈൻഡ് ചെയ്യാണ്. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ബട്ടണിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അടിപൊളി വീഡിയോ വരാതെ. Bye.